2011 മോഡൽ സാൻഡ്രോ ഗ്യാസ് കിറ്റ് കയറ്റിയിട്ടുണ്ട് കേട്ടോ, LPG. ഓക്കെ. അത് നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നതും അത്യാവശ്യം മൈലേജ് ലഭിക്കുന്നുണ്ട് ഗ്യാസിൽ. 2018 കേട്ടോ മോഡൽ. 18 മോഡൽ. അതെ, ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും ടച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് 2011 ഇൻഡിഗോ ആണ്, ECS. അപ്പോൾ ഇതിൽ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ വാഹനം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ കിടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഒരു 10,000 രൂപ പോട്ടെ 15,000 രൂപ നമ്മൾ 15 ഡിസ്കൗണ്ട് ചെയ്ത് പറയുവാണ്. ഇതിൽ 2011 വണ്ടി തന്നെയാണ്. ഇതിന് നമുക്ക് ഏകദേശം ഒരു 60,000 കിലോമീറ്ററേ തികഞ്ഞിട്ടുള്ളൂ. ജെനുവിനാണോ? അതെ അതെ അതെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് മഹീന്ദ്ര KUV 100 2016 മോഡലാണ്, പെട്രോൾ വെർഷനാണ്. ഇതിൻ്റെ ഡീസൽ വെർഷനും വരുന്നുണ്ട്. അതിന് മാർക്കറ്റ് കുറച്ച് കുറവാണ്, കാരണം ഭയങ്കര എൻജിൻ നോയ്സാണ്. 2014 മോഡൽ അമേസ്, നല്ല വണ്ടിയാണ് കേട്ടോ. കാരണം ഓടിക്കാനും സുഖമാണ്, സ്മൂത്താണ്, കാര്യമാണ്. പക്ഷേ മൈലേജിൻ്റെ കാര്യത്തിൽ പൊതുവേ എല്ലാവരും കുറച്ച് കുറവാണെന്നാണ് പറയുന്നത്. ഒരു 13-14 റേഞ്ച് മൈലേജ് എന്തായാലും കിട്ടും. ഫോർഡ് ഫിയസ്റ്റ 2012 മോഡൽ. ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഈ വാഹനം എടുക്കാൻ, എന്നാൽ ഒരുപാട് പേർക്ക് പേടിയുമാണ് ഇത് എടുക്കാൻ. അതെന്താ? കാരണം ഈ വാഹനത്തിന് ഫോർഡിന് മെയിനായിട്ട് വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഇഞ്ചക്ടർ പ്രോബ്ലം. ആ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നല്ലൊരു തുക കുറച്ച് എമൗണ്ട് ആവുന്ന ഒരു ഇടപാടാണത്. അതുകൊണ്ട് ആളുകൾക്കൊരു ഭയമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലത്താണ്. കൊല്ലത്തെന്താ വരാത്തേന്ന് ചോദിക്കുന്ന ചേട്ടന്മാർക്ക്, അതായത് ഞാൻ കുറച്ച് തിരുവനന്തപുരവും നെടുമങ്ങാടും ഇട്ട അറ കഴിഞ്ഞ മാസം കിടന്ന് കളിച്ചില്ലേ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു എന്താ സനുവേ കൊല്ലത്തോട്ടൊന്നും വരുന്നില്ലേ. ഇപ്പോൾ കരുനാഗപ്പള്ളി ഞാൻ കാണിച്ചു, കൊല്ലം ഇപ്പോൾ ഒരെണ്ണം വന്ന്, ഇപ്പോൾ അടുത്തൊരു കൊല്ലം വരുന്നുണ്ട്. അസറ്റ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. പാർക്ക് ആൻഡ് സെയിൽ എല്ലാം ഉള്ള ഒരു യൂസ്ഡ് കാർ ഷോപ്പാണ് കിടക്കുന്നത്. ഒരു 90 രൂപ തൊട്ടൊക്കെ നോക്കുന്ന ടാറ്റയുടെ ഇൻഡിഗോ തൊട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും. വെറും വില കുറഞ്ഞ വണ്ടികളില്ല. 90 രൂപ എന്ന് പറയുന്നത് തീരെ മോശമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങ് 65 രൂപ 45 രൂപ അങ്ങനെയുള്ള ടൈപ്പ് വണ്ടികളൊന്നുമില്ല. 90 രൂപ തൊട്ട് മുകളിലോട്ട് നോക്കുന്ന അത്യാവശ്യം നമ്മളെ കൊച്ചു ഫാമിലിക്ക് അല്ലാതെ കുറച്ചും കൂടി വലിയൊരു ഫാമിലി, അതായത് ക്യാഷുള്ള ഒരു വലിയ ഫാമിലിക്ക് നോക്കാവുന്ന നല്ല വണ്ടികൾ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പം നമ്മൾ ഈ കടയിൽ ഇതിപ്പോൾ 2ാമത്തെ വീഡിയോ ആണ് എടുക്കുന്നത്. 2 മാസം മുമ്പ് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കടയുടെ ഓപ്പണിംഗ് ടൈം ബേസ് ചെയ്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുവിധം പോസിറ്റീവ് റിവ്യൂസും പോസിറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ തന്നത്. അപ്പോൾ ഇന്നും ഇവർ പറയുന്ന വില മാന്യമായിരിക്കുമെന്നും നിങ്ങൾ തരാൻ പോകുന്ന കമൻസുകൾ വളരെ മനോഹരമായതും നല്ലതുമായ കമൻസുകളായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പുതിയ വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ഹായ് കണ്ണ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഈ ഡിസംബർ മാസം? പൊതുവേ നിങ്ങളെപ്പോലുള്ള കച്ചവടക്കാർക്ക് വണ്ടികൾ പോകാൻ ശോകമായിരിക്കും. കാരണം പറഞ്ഞാൽ വർഷാവസാനം പിന്നെ നിങ്ങൾ ഇച്ചിരി ക്വാളിറ്റിയുള്ള വണ്ടികൾ കൊടുക്കുന്നു, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. കഴിഞ്ഞ മാസമൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ മാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് നിങ്ങൾ ലാസ്റ്റ് വീഡിയോ ചെയ്തില്ലയോ, വീഡിയോ കണ്ടിട്ട് തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു കുറച്ച് മോഡൽ വാഹനങ്ങളൊക്കെ ഞങ്ങൾക്ക് പോയിട്ടുണ്ട്. അങ്ങ് തൃശ്ശൂരിൽ നിന്നൊക്കെ വന്ന് എടുത്തിട്ടുണ്ട്. വന്ന് എടുത്ത ചേട്ടന്മാരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. കാരണം നിങ്ങളാരും വീഡിയോയിൽ കമൻ്റായിട്ട് തരുന്നില്ല നമ്മൾ വണ്ടി എടുത്തെന്നുള്ള കാര്യം. അല്ലാതെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അറിയുന്നുള്ളൂ, എൻ്റെ കസ്റ്റമേഴ്സ് ആരും പറയുന്നില്ല. അതുകൊണ്ട് അവരോട് നന്ദി പറഞ്ഞാൽ. അപ്പം നമ്മൾ ഇത്തവണ ഇവിടെ കിടക്കുന്ന എത്ര രൂപ തൊട്ടുള്ള തുടക്കമാണ് തുടങ്ങി? ഏകദേശം ഒരു 80,000 80,000 രൂപ മുതലുള്ള വാഹനങ്ങളുണ്ട്. ഞാൻ 90 പറഞ്ഞത്. ഓക്കെ ഓക്കെ, 80,000 വാഹനങ്ങളുണ്ട്. അവിടുന്ന് ഏകദേശം എവിടം വരെ പോവും? ഓടിയൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. അത് വേണ്ട, അത് വിട്ടേക്കാം. സാധാരണക്കാരിൽ നമുക്കൊരു 10.5 വരെ ഉള്ള വണ്ടികൾ. 10.5 ലക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് പുതിയ വാഹനമാണ്. 12,000 കിലോമീറ്റർ ഓടിയ കിയ സെൽറ്റോസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. 10.5 കിടക്കുന്നത്. പിന്നെ ഉള്ളത് 590 നമുക്ക് ഡീസൽ വേരിയന്റ് ഹൈബ്രിഡ് വാഹനമൊക്കെ കിടപ്പുണ്ട്. അതൊരു മാക്സിമം പ്രൈസ് കുറച്ചിട്ടുള്ളത് എന്തായാലും കൃത്യമായ രീതിയിൽ നമുക്കെല്ലാം ഇപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ കഴിയുന്നത് നിങ്ങൾക്ക് വണ്ടികളെല്ലാം വിറ്റ് പോട്ടെ. ഡിസംബർ മാസം തുടങ്ങാണ്, നമ്മൾ 1-ാം തീയതി തുടങ്ങുകയാണല്ലോ. ഡിസംബർ മാസം നിങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ടാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ നല്ല മാന്യമായ വിലകൾ പറയുക. ഓക്കെ ഓക്കെ ഷുവർ. ഓക്കെ. ഇത് 2011 ഇൻഡിഗോ ആണ്, ECS. അപ്പോൾ ഇതിൽ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ വാഹനം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ കിടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഒരു 10,000 രൂപ പോട്ടെ 15,000 രൂപ നമ്മൾ 15 ഡിസ്കൗണ്ട് ചെയ്ത് പറയുവാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു 15 രൂപ കുറച്ച് നമുക്കൊരു 75,000 രൂപയ്ക്ക് ഇതിനെ
കൊടുക്കാൻ പറ്റും. അതൊരു വല്ലാത്ത ചതിയായി പോയി. ഞാൻ ആദ്യം വന്ന് ചോദിച്ചപ്പം നിങ്ങൾ എന്നോട് 80 രൂപ പറഞ്ഞു, അത് തെറ്റി 90 രൂപ പറഞ്ഞു. ഓക്കെ, അത് ഇതിപ്പം നിങ്ങൾ അതിൽ നിന്നും കുറച്ച് 75 രൂപയ്ക്കോ? സംഭവം എന്താണെന്ന് വെച്ചാൽ വാഹനം നമ്മളിങ്ങനെ ഡെഡായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഗുണമില്ല. ഒന്നും കിട്ടിയില്ലെങ്കിലും കിട്ടിയ വിലക്ക് വാങ്ങിയ വിലയെങ്കിലും തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അതെ അതെ അതെ, ആ കിട്ടിയ വിലയ്ക്ക് അങ്ങ് എടുക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം ഒരു 18-20 മൈലേജ് നൽകുന്ന നല്ലൊരു വാഹനമാണ്. എന്ത് ഓടിയിട്ടുണ്ട് ഇത്? 1,28,000. മറ്റേ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ അത് റീപ്ലേസ് ചെയ്ത് ഇട്ടേക്കാണ്. വേറെ അല്ല റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ വലിയ കാര്യം തട്ടുമുട്ടുമൊക്കെ എന്തായാലും ഉണ്ടാവും, പക്ഷെ അങ്ങനെ വലിയ റീപ്ലേസും കാര്യങ്ങളോ ഒന്നുമില്ല. ചിലപ്പോൾ ബമ്പറോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ. അല്ല ഈ ഫ്രണ്ട് സൈഡ് പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുമില്ല. അതൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു വാഹനവും നിലവിൽ നമ്മുടെ കയ്യിലില്ല. വെറുതെ പറയാൻ തള്ളുന്നല്ല, ആർക്ക് വേണേലും വന്ന് നോക്കാം. ഇല്ലാഞ്ഞിട്ടാണ്. അപ്പോൾ 75 രൂപ അല്ലേ? അതെ അതെ അതെ. 2014 എത്തിയോസ് 3,85,000 രൂപയ്ക്കാണ് ഞങ്ങൾ പ്രൈസ് ചെയ്തിട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ 10,000 രൂപ കുറച്ച് 3,75,000 രൂപയ്ക്ക് കൊടുക്കുവാണ്. നല്ല നീറ്റ് വണ്ടി, പെട്രോൾ വണ്ടിയാണ്, പക്ഷെ നല്ല നീറ്റ്. റീപ്ലേസ് ഒന്നുമില്ല? ഇല്ല, ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളും ഒന്നുമില്ല. വേരിയൻ്റ് ഏതാണ്? ഇത് ജി ആണ്, പെട്രോൾ. അതായത് സെക്കൻഡ് വേരിയൻ്റാണ്, സ്റ്റാൻഡേർഡിന് ശേഷം തൊട്ട് മുകളിൽ വരുന്നത്. അതെ അതെ. ഈ വണ്ടിയുടെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ കൊള്ളാം, എല്ലാം നീറ്റായിട്ടിരിക്കുകയാണ്. എത്ര ചോദിച്ചേ? 3,75 കൊടുക്കാം. ടയറൊക്കെ ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല? ഇല്ല, കാര്യമായ റീപ്ലേസുകളൊന്നുമില്ല. ഫ്രണ്ട് ലൈറ്റ് അവർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് പൊട്ടിയതുകൊണ്ടാണോ ഇനിയില്ല മഞ്ഞ ഷെയ്ഡ് ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. അപ്പം അത് മാറ്റിയിട്ടുണ്ട്. പുതിയതാണ് കിടക്കുന്നത് രണ്ടും. ഹെഡ്ലൈറ്റുകൾ അല്ലേ? ഹെഡ്ലൈറ്റ്. അല്ല വേറെ ഒന്നും മാറ്റിയിട്ടില്ല? വേറെ ഒന്നും നമുക്ക് നിലവിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ അവരായിട്ടോ നമ്മളടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അകത്ത് നോക്കിയാൽ തട്ടോ മുട്ടോ അങ്ങനെയൊന്നും കാണാനും ഇല്ല. പിന്നെ ഈ ബമ്പർ വല്ലതും റീപെയിൻറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ബമ്പർ എന്ന് വെച്ചിട്ട് പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ചെറിയ സ്ക്രാച്ച് അങ്ങനെ വന്നതൊക്കെ ചെയ്യുന്നത്. ആൾട്ടോ 800 2016 മോഡലാണ്. 2,60,000 രൂപയ്ക്ക് വിൽക്കായിട്ടിരുന്ന വണ്ടിയാണ്. ഞങ്ങൾ ഇതൊരു 2,40,000 രൂപയ്ക്ക് തരാം. 2,45. ഒരു 20 രൂപയുടെ വ്യത്യാസം. ലാസ്റ്റ് പ്രൈസാണ് കേട്ടോ നമ്മൾ ഈ പറയുന്നത്. ഇതിനകത്ത് ഇനിയൊരു ബാർഗൈനിങ് ഇല്ല. നമുക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം കുറച്ചാണ് പറയുന്നത്. അതെ അതെ, ഇത് കേട്ടിട്ട് ആ 2,45 ലാഭം അപ്പോൾ വന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൂടി കുറയുമെന്ന് വിചാരിച്ചു. അതെ, ഇത് ലാസ്റ്റ് പ്രൈസാണ്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഞാൻ 2,45 ചോദിക്കുന്ന വില. ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. ടച്ച് ആൻഡ് പോളിഷ് ഉണ്ട്, റീപ്ലേസ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിലില്ല. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. വണ്ടി ഓവറോൾ കാണാൻ കൊള്ളാം. 2 ഡോർ പവർ വിൻഡോ ആണ്. 2,45. ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണോ അത്? നമുക്ക് ഏകദേശം നല്ല സിബിൽ റേറ്റ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഫുൾ ലോൺ കയറും. 16 അല്ലേ, ഒരു 4 വർഷം കിട്ടുള്ളൂ, എന്നാലും കയറും ഫുള്ള്. 2011 മോഡൽ സാൻഡ്രോ ഗ്യാസ് കിറ്റ് കയറ്റിയിട്ടുണ്ട് കേട്ടോ, LPG. ഓക്കെ. അത് നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നതും. അത്യാവശ്യം മൈലേജ് ലഭിക്കുന്നുണ്ട്. ഗ്യാസിൽ കിലോയിൽ 18 തൊട്ട് 20 വരെ ലഭിക്കുന്നുണ്ട്. ഇപ്പം ഗ്യാസിലാണോ വണ്ടി? ഇപ്പം ഗ്യാസും ഉണ്ട് പെട്രോളും ഉണ്ട്. രണ്ടും ഉണ്ട്. അതുപോലെ എല്ലാ സാധനങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടച്ച് സ്ക്രീന്, അതുപോലെ റിവേഴ്സ് ക്യാമറ, സെൻസർ, ഓട്ടോ ലോക്ക്, അങ്ങനെയുള്ള എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അവർ. ഒരു പുതിയ വണ്ടി എടുക്കാം. ഡോറ് കൊള്ളാം കേട്ടോ, നല്ല സംഭവം കൊള്ളാം. സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡോ ആണ്. ടയേഴ്സ് ആവറേജ്. ഇത് വേറെ കാര്യം, പഴയ വണ്ടി ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. വരച്ചിടുന്ന ടയേഴ്സിൻ്റെ പരിപാടി വല്ലതും ചെയ്യാറുണ്ടോ ഇതിലോ? എന്നുവെച്ചാൽ നമ്മൾ ഈ പഴയ വണ്ടികൾ കാണിക്കുമ്പം ടയർ അത്യാവശ്യം നല്ലതെന്ന് പറയുമ്പം കുറേ ചേട്ടന്മാർ, കുറേ അല്ല, ഒരു വ്യക്തി, ആരാന്ന് എനിക്കറിയില്ല, ആ വ്യക്തി എന്നോട് ഇങ്ങനെ കമൻ്റായിട്ട് പറഞ്ഞാണ് വരച്ച ടയറാണെങ്കിൽ അറിയാൻ പറ്റില്ല, ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വലിയ ഉപകാരം. എന്തായാലും ഞങ്ങൾ വരയ്ക്കത്തില്ല. കൊണ്ടുവരുന്ന കസ്റ്റമർ അങ്ങനെ വല്ലതും ചെയ്യുമോ നമുക്ക് അറിയത്തില്ല. ഉപയോഗിച്ചതുപോലെ ഇരിക്കുന്നത് എന്തായാലും കണ്ടില്ലേ. എത്ര ചോദിക്കുന്നേ? ഇത് നമുക്കൊരു 1,25 ലാസ്റ്റ് പ്രൈസ്. ഞങ്ങൾ 1,35 ഇട്ടേക്കുന്നതാണ്. 1,25, 10,000 കുറച്ചിട്ട് 1,25 കേട്ടോ. ഏത് വർഷമായിരുന്നു? 2011 ലാസ്റ്റ്. 11 രണ്ട് വണ്ടി ഒരേ പ്രൈസ് ആണോ? രണ്ടും 2011 ആണ്. ഓക്കെ. ഇതോ?
ഇതിൽ ഗ്യാസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഇത് ഗ്യാസ് ആഡ് ചെയ്തിട്ടില്ല. ഇതിന്റെ ഡീറ്റെയിൽസ് ഇതിൽ 2011 വണ്ടി തന്നെയാണ്. ഇതിന് നമുക്ക് ഏകദേശം ഒരു 60,000 കിലോമീറ്ററേ തികഞ്ഞിട്ടുള്ളൂ. ജെനുവിൻ ആണോ? അതെ അതെ അതെ, സിംഗിൾ ഓണർ വണ്ടിയാ. സിംഗിൾ ഓണർ. ഈ 60,000 കിലോമീറ്റർ വിശ്വസിക്കാമല്ലോ. ഓ, വണ്ടിക്ക് അകമൊക്കെ നല്ല വൃത്തിയുണ്ട്. ചിലപ്പോൾ ഉള്ളതായിരിക്കും പറഞ്ഞത്. വണ്ടി കാണാൻ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. നല്ലപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പവർ വിൻഡോ ആണ്. പവർ വിൻഡോ അഡീഷണൽ കയറ്റിയതല്ലേ? അഡീഷണൽ കയറ്റിയതാ. ഇതിന്റെ ഇതൊന്നും തുറന്നേ ഈ ബാക്ക് സൈഡ്. സിംഗിൾ ആള് യൂസ് ചെയ്തായതുകൊണ്ടാണ് നമ്മൾ ഉറപ്പ് പറയുന്നത്. കിലോമീറ്റർ ഉണ്ട് അല്ലേ? ടയേഴ്സ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് മാറി അത്യാവശ്യം നല്ല ടയേഴ്സ് ഇട്ടിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിനകത്തൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ല. ഡോറ് എല്ലാം കമ്പനി പെയിന്റ് തന്നെ കിടക്കുന്നത്. 2011 അല്ലേ പറഞ്ഞേ? അതെ അതെ അതെ. ഓക്കെ. ഒരു 1.25 1.20 അങ്ങ് കൊടുത്തേക്കാം. രണ്ടും 1.20. ഇനി സംസാരിച്ചാൽ ഇനി കുറയ്ക്കല്ലേ. 2015 മോഡല് ബീറ്റ് പെട്രോള് 68,000 കിലോമീറ്റർ ആണ് ഇത് ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്, സോറി ഫസ്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? അല്ലല്ല, ഇത് മാനുവലാണ്. പെട്രോൾ വെർഷൻ ആണ്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. കുറച്ച് വില കുറച്ച് കിട്ടും, എന്നാൽ മോഡൽ കൂടിയ വണ്ടിയും കിട്ടും. ഏത് വർഷം? ഇത് 2015 ആണ്. നമുക്കിതൊരു ലാസ്റ്റ് വിലയാണ് പറയുന്നത്. ഇട്ടിരിക്കുന്നത് 1.85 ഞങ്ങളത് 1.80 ആക്കി നിർത്തിയതാണ്. അത് നിങ്ങൾക്ക് 1.70 ആക്കി തരുന്നത് ലാസ്റ്റ്. 10 രൂപയും കൂടി കുറച്ചിട്ടുണ്ട്. ഡിസംബർ പ്രമാണിച്ച് വണ്ടികൾ വിറ്റ് തീർക്കുക എന്നുള്ളതാണ് കിടക്കരുത്. പിന്നെ ടയർ വെട്ടും മുറിച്ചതും ഒന്നുമല്ല, ഒറിജിനൽ ടയർ. ഇതാ കണ്ടോ, ഫുള്ള് പുത്തൻ ടയറാണ്. 4 പുത്തൻ ടയറാണ്. അത്യാവശ്യം നല്ല ടയർ തന്നെ. അല്ലെന്ന് പറയുന്നത് ഫ്രണ്ട് ബാക്ക് എല്ലാം പുത്തൻ ടയർ കിടക്കുക. വണ്ടി റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതിലില്ല. കാണിച്ചതിനകത്തുണ്ടോ? ഇത് റീപെയിന്റ് ഉണ്ട്. ഓ, അത് തട്ടിയിട്ട് ഏതാണ്ട് കണ്ട ഒരു ചെറിയ ഞങ്ങൾക്ക് ഇത് ബമ്പർ ചിലപ്പോൾ അകത്തോട്ടായിട്ടുണ്ടായിരിക്കാം. അത് റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഇതിനകത്തില്ല, വന്നിട്ടില്ല. 1.70 ചോദ്യം. അതെ, ചോദ്യം നല്ല കേട്ടോ. ലാസ്റ്റ് പ്രൈസ്. അതെ 1.70. 2015-16 എന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ വണ്ടി മോഡൽ ചിലപ്പം 15 ആയിരിക്കും, രജിസ്റ്റർ ചെയ്തേക്കുന്ന 16 ആണ്. അപ്പൊ നമ്മളിപ്പോ വണ്ടി നിങ്ങൾക്ക് തരാന്ന് അങ്ങോട്ട് തരുമ്പം നിങ്ങൾ 2015 വിലയാണോ ഇടുന്നത്? 15-16 നമ്മൾ പറയുന്ന രജിസ്ട്രേഷൻ, പക്ഷെ 15 വിലയാണ് ഇടുന്നത്. നമ്മളിപ്പോ കൊടുക്കുമ്പോഴായാലും അങ്ങനെ തന്നെ കൊടുക്കുന്നത്. അല്ല, അപ്പം ഞങ്ങളുടെ പറയുമ്പോൾ നിങ്ങൾ 2015 എന്ന് പറഞ്ഞാൽ പോരെ? അതാണ് എന്റെ ചോദ്യം. രജിസ്ട്രേഷൻ ഡേറ്റും കൂടെ പറയണമല്ലോ. അതാ 15 പ്ലസ് ഒരു ഇയർ 16 കൂടെ പറയുന്നത്. അത് ഈ വരുന്ന രജിസ്ട്രേഷൻ വ്യത്യാസം വരുന്നത് എന്തോന്നറിയോ? ഈ ജനുവരി, ഇനിയിപ്പോൾ അടുത്ത ഈ ഡിസംബർ കഴിഞ്ഞാൽ ജനുവരി വന്ന് വണ്ടി എടുക്കുന്നവർക്കെല്ലാം 2024 വണ്ടിയെ കിട്ടത്തുള്ളൂ. അതെ. കാരണം ഇനി ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ 25 വണ്ടി വന്നു തുടങ്ങത്തുള്ളൂ. ഓ, അങ്ങനെ ഉണ്ട് പുതിയ വണ്ടി. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഇതാണ്, അല്ലാണ്ട് വലിയ ഇഷ്യൂ അല്ല അത്. എന്നാലും നമ്മളിത് 4,25,000 രൂപ ഇട്ടിരുന്ന വിലയാണ്. നമുക്കത് 4 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 4 ലക്ഷം, വെറും 4 ലക്ഷം രൂപയ്ക്ക്. അത് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ആസ്ത. ഓക്കെ, നല്ല ടയറും നല്ല ടയറും വീൽസും കാര്യങ്ങളെല്ലാം. ഒന്നും ചെയ്യാലോ, ഓട്ടോമാറ്റിക് വണ്ടി, കിടിലം വണ്ടി. മൈലേജ് എന്തോ കിട്ടും ഇതിന്? 15 കിട്ടും. പെട്രോൾ അല്ലേ? പെട്രോൾ. ഇത് മഹീന്ദ്ര KUV 100 2016 മോഡലാണ്. പെട്രോൾ വെർഷനാണ്. ഇതിൻ്റെ ഡീസൽ വെർഷനും വരുന്നുണ്ട്. അതിന് മാർക്കറ്റ് കുറച്ച് കുറവാണ്, കാരണം ഭയങ്കര എൻജിൻ നോയ്സാണ്. പക്ഷേ ഇതിനത് ആ ഒരു ഇഷ്യൂ ഒന്നുമില്ല. പെട്രോൾ എഞ്ചിനാണ്. 1200 cc വരുന്നതാണ്. ഏകദേശം 14 മുതൽ 16 വരെ മൈലേജ് നിരത്തിൽ കിട്ടുകയും ചെയ്യും. ഫ്രണ്ട് ടയർ മോശമാണ്, സത്യമാണ്. മാറ്റി തരൂ. അത് മാറ്റണമെങ്കിൽ അങ്ങനെ, അതപ്പോൾ നമ്മൾ ഈ പറയുന്ന മാക്സിമം കുറഞ്ഞുള്ള വിലയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ, അതായത് ടയർ വാങ്ങുന്ന പ്രൈസ്, അതിൽ 1 രൂപ എക്സ്ട്രാ ഒന്നും വരില്ല, ഫിറ്റിംഗ് ചാർജ് ഒന്നും വരില്ല. പുതിയത് ഇടുവാണെങ്കിൽ അങ്ങനെ ഒരു ഇത്. അത് നമ്മൾ ഇപ്പം വില നമുക്കിപ്പോൾ ഡീലേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ പ്രൈസ് കുറച്ച് കിട്ടുമല്ലോ ടയർ. ആ ഒരു കോസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം. കാരണം അധികം പ്രൈസ് പറയുന്നില്ല, മാക്സിമം കുറച്ചാണ് പറയുന്ന പ്രൈസ്. ഓക്കെ, അത്രയും സത്യസന്ധമായിട്ടാണ് പുള്ളിക്കാരൻ ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് വിശ്വസിക്കുക, അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യരുത്. ബാക്ക് ടയർസ് കാര്യങ്ങളൊക്കെ നല്ല ടയറാണ് കിടക്കുന്നത്. ഇവിടുത്തെ വീൽ കപ്പ് ഇളകി പോയിട്ടുണ്ട്. വീൽ കപ്പൊക്കെ വീൽ കപ്പ് ഇട്ട് തരാം, അത് പ്രശ്നമല്ല. എത്ര ചോദ്യം? ഇത് ഞങ്ങൾ 2.95 ഇട്ടിരുന്ന വണ്ടിയാണ്. 2.80 ഞങ്ങൾ തരാം.
280. ഏത് വർഷമായിരുന്നു? 2016. 16 മോഡൽ KUV 280 6 സീറ്റർ ആണ് കേട്ടോ. 6 സീറ്റർ. ചെറിയ വണ്ടിയാണെങ്കിൽ 6 സീറ്റർ ആണ്. ഫ്രണ്ടിൽ 3 പേർക്ക് ഇരിക്കാം. അങ്ങനെ 3 പേര് ഇരിക്കാം. അതല്ലെങ്കിൽ മറ്റേ ഒരു സീറ്റ് കപ്പ് ഹോൾഡറോ ഹാൻഡ് റെസ്റ്റോ ആയിട്ട് മാറ്റുകയും ചെയ്യാം. ഓക്കെ. ഇത് മൈലേജ് എന്താണ്? ഇതിന് 14, 16 ആ റേഞ്ചിൽ കിട്ടും. 14, മിനിമം 14 എന്തായാലും കിട്ടും. പുള്ളിക്കാരൻ ഡാഷ്ബോർഡിൽ തന്നെയാണ് ഗിയർ വരുന്നത്. ഓക്കെ. പുള്ളിക്കാരൻ പറഞ്ഞ സംഭവം എന്താണ്ട് ഇതാണ്. ഇങ്ങനെ 3 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാനുള്ള സൗകര്യമുണ്ട്. ഇതാ കണ്ടോ. ഇപ്പോൾ ഇത് ഹാൻഡ് റെസ്റ്റുമായി കപ്പ് ഹോൾഡറുമായി. അതെ. മടക്കി വേണമെങ്കിൽ വെച്ചാൽ 3ാമത് ഒരാൾക്ക് ഇരിക്കുകയും ചെയ്യും. ഇങ്ങനെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് വണ്ടി ഉപയോഗിക്കാം. അതാണ് പറയുന്നത്. എസ്-ക്രോസ് മാരുതിയുടെ അത്യാവശ്യം നീളം കൂടിയ, ഹൈറ്റ് കൂടിയ, ഇന്റീരിയറിൽ അതിവിശാലമായ സ്പേസ് ഉള്ള ഒരു വാഹനമാണ്. 2018 മോഡൽ. 17 കേട്ടോ, ഞാൻ വീണ്ടും എടുത്തു പറയുന്നു. 17 മോഡൽ. അപ്പോൾ ആ മോഡലാണ്. ഹൈബ്രിഡ് ആണ്, പോരാഞ്ഞ് ഡീസലുമാണ്. 20ന്റെ മുകളിൽ മൈലേജ് 100% ഉറപ്പാണ്. ഇത് സീറ്റ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയുമാണ്. അതെ. സ്റ്റിയറിംഗ് വീലിൽ തന്നെ എല്ലാ കൺട്രോൾസും വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ 4 ഡോറും പവർ വിൻഡോ, എക്സ്റ്റീരിയർ മിറേഴ്സ് പവറാണ്. അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി വണ്ടിയാണ് കേട്ടോ. ഇത് എന്തോ ഓടിയിട്ടുണ്ട്? 1,54,000. ഓ മൈ ഗോഡ്, ഓട്ടം ഭയങ്കരമായി പോയി. ഓട്ടം പേടിക്കേണ്ട. സിംഗിൾ ഓണർ. ഒരു ഡോക്ടർ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വേറെ വലിയ പ്രത്യേകത ഒന്നും നോക്കണ്ട. പക്ഷെ മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. വർക്ക് ക്ലിയർ ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിച്ചു പറയാൻ വന്നേ, അപ്പോഴത്തേക്കും താങ്കൾ തന്നെ അതങ്ങ് പറഞ്ഞല്ലേ. ടയർ ഉണ്ടോ? നീറ്റ്, നല്ല. അത് കാരണം 5 ടയർ ഒരുമിച്ച് പുള്ളി മാറിയതാ. ഡിക്കിയിലിരിക്കുന്ന സ്പെയർ പുതിയതുപോലെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഇട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നാ നല്ല മനുഷ്യനാണല്ലോ. വിൽക്കുമ്പം കാശ് കിട്ടാൻ വേണ്ടിട്ട് പുള്ളി എന്തൊക്കെ കഷ്ടപ്പെട്ടില്ല. പുള്ളി ഇതെല്ലാം മാറിയെന്നും പറഞ്ഞ് കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല. വെറുതെ ആയിപ്പോയി. പുള്ളിക്ക് പറ്റിയ അബദ്ധം. കച്ചവടക്കാരന്റെ. പക്ഷെ എടുക്കുന്ന ആൾക്ക് ഗുണമാണ്. അവർക്ക് കുറെ കാലം ഉപയോഗിക്കാം. ഹൈബ്രിഡ് ആണ് സാധനം. എത്ര ചോദ്യം? ഇത് 590 ഞങ്ങൾ ചോദിക്കുന്ന വണ്ടി ഞങ്ങളിപ്പോൾ 5,80 ഇനിയും കുറയ്ക്കും പറ്റും. അല്ല, ഇത് സത്യം പറഞ്ഞത് നല്ല വില കൊടുത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് മാക്സിമം ചെയ്തിട്ടേക്കാണ്. നല്ലൊരു അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ലോൺ കയറൂ. ഫുൾ ലോൺ എടുത്തുതരാം. ഒരു വിഷയമില്ല. നല്ല സിബിൽ ഉള്ളവരെ. നല്ല സിബിൽ ഉള്ളവർക്ക്. 2022 മോഡൽ കിയ സെൽട്ടോസ് ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇത് വണ്ടി കാണിച്ചിട്ടുണ്ട്. ഈ വാഹനം പെട്രോൾ വേരിയൻ്റ് ആയതുകൊണ്ട് സാധനം പെട്ടെന്ന് അങ്ങോട്ട് പോവാതെ ഒരു പമ്മലുണ്ട്. പക്ഷെ പുത്തൻ വണ്ടി 12,000 കിലോമീറ്റർ തികഞ്ഞിട്ടില്ല. ഇതാ നമ്മൾ പറഞ്ഞ വില കൂടിയ വണ്ടി. അതെ. HTE ബേസ് വേരിയൻ്റ് ആണ്. ബേസ് വേരിയൻ്റ് ആണെന്ന് കരുതിയിട്ട് ആരും വറീഡ് ആവേണ്ട. കാരണം കിയ ആയതുകൊണ്ട് സ്റ്റിയറിങ്ങിൽ തന്നെ എല്ലാ കൺട്രോളും ബേസ് വേരിയൻ്റ് തൊട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ബാക്കി എല്ലാ ക്ലൈമറ്റ് കൺട്രോൾ അല്ല, AC നോർമൽ ഹീറ്റർ വരുന്ന AC ആണ്. 11,784 കിലോമീറ്റർ വാഹനം മൊത്തം ഓടിയിട്ടുള്ളൂ. അതേ ന്യൂ കണ്ടീഷൻ. ന്യൂ വണ്ടിയുടെ മണം പോലും പോയിട്ടില്ല. ഇത്രയല്ലേ ഓടിയിട്ടുള്ളൂ. അതെ. സീറ്റ് കവേഴ്സ് കാര്യങ്ങളില്ല. കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെയാണ്. ബാക്കിൽ ACയുടെ വെന്റ് ഉണ്ട്. പരിപാടികൾ കാര്യങ്ങളായതുകൊണ്ട് ബേസ് വേരിയൻ്റാന്ന് പറയുന്നു. പക്ഷേ എന്നിട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ വില അതേപോലെ ഉണ്ട്. ഇല്ലെന്നല്ല. നല്ല ഡിക്കി സൗകര്യവും കാര്യമൊക്കെ ഉണ്ട്. സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല. 11,000 ഓടിയിട്ടില്ല. അത് പറയുന്നതിൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. ടൂളും കാര്യം ഒന്നും അനക്കിയിട്ടില്ല. അങ്ങനെ കിട്ടില്ല. അല്ലാതെ കിടക്കുന്ന ടയേഴ്സ് ഫസ്റ്റ് ടയറാണ്. 11,000 ഓടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. അതൊക്കെ കൊള്ളാം. അലോയ് വീൽസും കാര്യങ്ങളൊന്നും അല്ല. എത്ര ചോദ്യം? ഇത് 10,500 ചോദ്യം. നമ്മളിതൊരു 10,25 കിട്ടി. അതായത് എടുത്ത വിലയ്ക്ക് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കിത് ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. ആരെങ്കിലും വന്ന് ആ വിലക്കെങ്കിലും എടുക്കണേ എന്നുള്ള അങ്ങ് എടുക്കേ. നിങ്ങൾക്ക് എടുക്കുന്നവർക്കും ലാഭം തന്നെ. എന്തായാലും മൈലേജ് എന്ത് കിട്ടും? 14-15. വലിയ വണ്ടിയല്ലേ. പെട്രോളും കൂടെയാണ്. റിവേഴ്സ് ക്യാമറ ഇപ്പോൾ വേരിയന്റ് നോക്കണ്ട. HT ബേസ് ഒന്നും നോക്കണ്ട. കിയ ആയതുകൊണ്ട് തന്നെ റിവേഴ്സ് ക്യാമറ അടക്കം എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം വരുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടി 10,4 കൊടുക്കാം. 10,4 ലാസ്റ്റ് വില. സ്വിഫ്റ്റ് ഡിസയർ 2018 മോഡൽ ഫുൾ ഓപ്ഷൻ ZXi ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് ആണ്. സ്റ്റിയറിംഗ് വീല് ഓൾ കൺട്രോൾസ് വരുന്ന ടൈപ്പാണ്. നല്ല ടയറുണ്ട്.
അതെ. ഫോർഡോ പവറിൻ്റെ ആണ്. ടച്ച് സ്ക്രീനും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അത് കമ്പനിയിൽ നിന്ന് വരുന്നതാണോ അതോ? അതെ അതെ, അതിനകത്ത് വരുന്നതന്നെ. അതിനകത്ത് വരുന്നത് തന്നെ. നല്ലൊരു സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും അത്യാവശ്യമല്ല, ബാക്ക് സൈഡ് നോക്കിയാലും നല്ല വൃത്തിയുള്ള കണ്ടീഷൻസ് രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. AC വെന്റ് ബാക്കിലും വരുന്നുണ്ട് കേട്ടോ. ബാക്കിലും വരുന്നുണ്ട്. സ്റ്റോപ്പ് പവർ സ്വിച്ച് വരുന്നത് മറ്റേ കീ അല്ല. ഓക്കെ, ആ സംഭവങ്ങളെല്ലാം കറക്റ്റാണ്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് 5,90,000 നമ്മൾ ലാസ്റ്റ് ഇട്ടിരുന്നതാണ്. നമുക്കൊരു 5,75,000. 5,75. പുഷ് സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നത്. അതെ അതെ അതെ, അതൊക്കെ പറയണ്ടേ, നമ്മളറിയും. നമ്മൾ എടുത്തെടുത്ത് പോകുമ്പോൾ കാണുന്നതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെപ്പിന് എടുത്തിട്ടില്ലേ? എടുത്തിട്ടില്ലേ? പുതിയതാണ് കിടക്കുന്നത്. പുതിയതാണോ? ഇതാണ്ടേ, മുള്ളു പോലും പോയിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ വണ്ടി ഒന്നും ഓടുന്നില്ല ആൾക്കാർ? അല്ല, മാറ്റിയോ അല്ലെങ്കിൽ അത് ചിലപ്പം ഒന്ന് യൂസ് ചെയ്തായിരിക്കും ഇവിടെ. അതെ അതെ. എത്ര ഓടിയെന്ന് പറയുന്നതായിരിക്കും. ഇത് നമ്മൾ 46,000 ഓടിയിട്ടുള്ളൂ. 46 ആകുമ്പോൾ അത് ഓടിയിട്ടുള്ളൂ എന്ന് പറയുന്നില്ല. 46,000. പെട്രോൾ അല്ലേ, പെട്രോൾ ആകുമ്പം അധികം ഓട്ടം കാണത്തില്ല. ഡീസലാണെങ്കിൽ കിടന്ന് ഓടിക്കോളും. അത് കണ്ടില്ലേ, 1.54 മരിച്ച ഓടിക്കോളും. എത്ര ചോദ്യം? ഇത് നമുക്ക് 5,75,000 ലാസ്റ്റ് കൊടുക്കാം. ഇനിയോ? ഇനിയില്ല, കരയാണ്. ഇനിയോ? 2019 മോഡല് കിഡ് RXT വേരിയന്റ്. കിഡില് ടോപ്പ് മോഡല്, ഓട്ടോമാറ്റിക് ആണ്. എന്തോടി? 37,000. 37,000. ഫസ്റ്റ് ടയർ തന്നെയാണ് കിടക്കുന്നത്. ഫ്രണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്രണ്ട് 2 ഡോറ് പവർ വിൻഡോ ആണ്. ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. റോട്ടറി സ്വിച്ചാണ് വരുന്നത് കേട്ടോ. റിവേഴ്സ് ഫോർവേഡ്. ഓക്കെ, വണ്ടിക്ക് അകമൊക്കെ കാണാൻ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. അതുപോലെ ഡോറും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, ഒരുപാട് പഴം പോലെ ആവാത്ത ഡോറുകളാണ്, കൊള്ളാം. ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു 10 കൂടിയൊക്കെ ഓടൂലേ? സുഖമായിട്ട് ഓടും. അതിനുള്ള അധികം ഉണ്ട്. അപ്പോൾ എത്ര ചോദ്യം? ഇതേ 3,90 ഇട്ടിരുന്നതാണ്. ഞങ്ങൾ 3,75 നമുക്ക് കൊടുക്കാം. ഓണർഷിപ്പ് എത്രയാ? ഫസ്റ്റ് ഓണറാണ്. അതുപോലെ ടച്ചും പോളിഷും അങ്ങനെ ഒന്നും ചെയ്യാത്ത വണ്ടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ സ്ക്രാച്ചും അവിടെ കിടക്കുന്നത്. ഇതെല്ലാം വർക്ക് ചെയ്ത് തരാൻ പറഞ്ഞാൽ തരുമോ? അല്ല, ഒന്നും ചോദിക്കല്ലേ, കാര്യം നമ്മൾ മാക്സിമം കുറച്ചും കൊടുക്കുക. അതുകൊണ്ട് പറഞ്ഞ വലുതായിട്ട് വേറെ ഒന്നും ഇനി ചോദിച്ചേക്കല്ലേ. നമ്മൾ ഈ കിടക്കുന്ന കണ്ടീഷനിൽ അങ്ങ് തരുക. കൊള്ളാം, വണ്ടി എല്ലാം കൊള്ളാം. ആ ഒരു സൈഡേ ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് പോറിൽ വന്ന ആ ഒരു സൈഡേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അത് ക്ലിയർ ചെയ്ത് കൊടുക്കുമെന്ന് ഞാൻ ചോദിച്ചത്. അത് ഒരു പീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു മൊത്തത്തിൽ അടിച്ചേ പറ്റൂ. അത് മൊത്തത്തിൽ അടിക്കണമെങ്കിൽ 3,000 രൂപ ചിലവാണ്. നമ്മൾ ഈ കുറയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും അത് പോയാലേ. 2014 മോഡൽ അമേസ് നല്ല വണ്ടിയാണ് കേട്ടോ. കാരണം ഓടിക്കാനും സുഖമാണ്, സ്മൂത്താണ്, കാര്യമാണ്. പക്ഷേ മൈലേജിൻ്റെ കാര്യത്തിൽ പൊതുവേ എല്ലാവരും കുറച്ച് കുറവാണെന്നാണ് പറയുന്നത്. ഒരു 13-14 റേഞ്ച് മൈലേജ് എന്തായാലും കിട്ടും. അത്രേ കിട്ടുള്ളൂ. അങ്ങനെ പറയൂ. കുറവല്ലേ? അത് നമ്മൾ തുറന്നങ്ങ് പറയുകയാണ്, ഈ ഒരു റേഞ്ചാണ് മൈലേജ് വരുന്നത്. പക്ഷെ വണ്ടി നീറ്റും ഓടിക്കാനും ഇത്രയും സ്മൂത്തും ഇല്ല, വേറൊരു വാഹനം ഇല്ല. അത്ര ക്ലിയറാണ്. 2014 മോഡലാണ്. സ്റ്റിയറിങ്ങിൽ തന്നെ നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഫോർഡോ പവർ വിൻഡോയും കാര്യങ്ങളുമാണ്. അതെ, ഡോർ പാഡും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. അതെല്ലാം വൃത്തിയുണ്ട്. വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ച വണ്ടി തന്നെയാണ്, അല്ലെന്ന് പറയുന്നില്ല. ബാക്ക് സൈഡും കാര്യങ്ങളും നല്ല പോലെ നീ കിടന്ന് ജോലി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ തുടച്ച് വൃത്തിയാക്കി ഇടുന്നതിനകത്ത് നല്ലപോലെ പണിയെടുക്കുന്നുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. വണ്ടി കാണുമ്പോൾ അത് അറിയാം, നല്ല മെനക്കിടുന്നുണ്ടെന്നുള്ളത്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ട് ഇതിലൊന്നും ഇല്ല കേട്ടോ. ഇല്ല, ഇതിലൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ട്. അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനകത്തേ പെയിന്റ് വർക്കുകൾ ചെയ്യേണ്ടി വരും. ഇവിടെ പേടും ഉണ്ട്, ഒരുമാതിരി ഒരഞ്ഞൊരഞ്ഞ പോലെ ഇരിക്കും. അതേ ഉള്ളു, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. ഡിക്കിയുടെ ഇത് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് ചെയ്ത് കൊടുക്കാം. അതെന്തായാലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വണ്ടിയുടെയും നീ ഡിക്കി പൊക്കി അല്ല, ഇത് പഴയതാ, ഓടിയതാ. അത് മതി. ഒരെണ്ണമെങ്കിലും ഓടിയിട്ടുണ്ട്. ഈ ടയർ മോശമാണ്, ടയർ മാറി തരണം കേട്ടോ. ടയർ മോശമാണ്, ബാക്ക് ടയർ മോശമാണ്. എത്ര ചോദ്യം? നമുക്ക് 3,80 ഇട്ടിരുന്ന നമ്മളൊരു 3,70 തരാം. 3,70 തരുമ്പോൾ ഈ ടയറൊക്കെ നമുക്കൊരു ആവറേജ് രീതിയിൽ എന്തായാലും എല്ലാം ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ സംഭവം ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അത് ക്ലിയർ ചെയ്ത് കൊടുക്കും ഈ തുകയ്ക്ക്. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? 2011 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ പെട്രോൾ എഞ്ചിനാണേ.
ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. ഫ്രണ്ട് ടയർ അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത്. ബാക്ക് ടയർ വരുമ്പോൾ ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. വീൽ കപ്പാണ്, അല വീൽസ് കാര്യങ്ങളൊന്നുമല്ല, പഴയ മോഡൽ. ഏത് വർഷമാണെന്നാണ് പറഞ്ഞത്, ഞാൻ മറന്നുപോയി. എന്തോ വർഷം ഏതായിരുന്നു? 2011 മോഡൽ. സീറ്റ് കവറെല്ലാം പുതിയത് അടിച്ചേക്കാം. ഫോർഡോ പവർ വിൻഡാണ്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. ഈ എ സിയും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, എല്ലാം വർക്കിംഗ് ചെയ്യും. യാതൊരു കംപ്ലൈന്റും വണ്ടിക്ക് ഇല്ല നിലവിൽ. കൂളിംഗ് കാര്യങ്ങളൊക്കെ നല്ലപോലെ അടിപൊളി. വേണമെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു തരാം. വേണ്ട, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഒന്നും യാതൊരു പ്രശ്നമില്ല, കംപ്ലൈന്റ് ഒന്നുമില്ല. എന്തെങ്കിലും വന്ന് നോക്കുന്നവരെ വന്ന് വണ്ടി എടുത്ത് നോക്കില്ല, നിങ്ങൾക്ക് മെക്കാനിക്കിനെ കൊണ്ടുവരാം. വന്ന് നോക്കിയിട്ട് ഇനി എന്തെങ്കിലും ഒരു പോരായ്മ പറഞ്ഞാൽ നമ്മളത് ക്ലിയറും ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഓക്കെ. എത്ര ചോദ്യം? ഇത് 2,40,000 ചോദ്യം. പക്ഷെ ഞങ്ങൾ 2,20,000 തരും. അതിൽ നിന്നും കുറയ്ക്കാവോ? ഇല്ല, തീർന്ന്. കുറയ്ക്കാവുന്നതിന്റെ മാക്സിമം കുറച്ച് 2,20,000 അങ്ങ് തരും. ടാറ്റ നെക്സോൺ ബേസ് വേരിയന്റ് ആണ്. 2018 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര ഓടി? 48,000. ഫസ്റ്റ് ടയറാണ് അപ്പോൾ കിടക്കുന്നത്. ടയർ മോശം. ബാക്ക് ടയർ മാറിയിട്ടുണ്ട്, ഫ്രണ്ട് ടയർ മാറണം. ഇത് ടോപ്പ് വേരിയൻ്റ് ആണോ? അല്ല, ബേസ് വേരിയൻ്റാ. ബേസ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മാനുവലാണ്. വണ്ടിക്കാകമൊക്കെ നല്ല വൃത്തിയാണ്. ബേസ് വേരിയൻ്റ് ആണെങ്കിലും ഫോർഡോ പവറിൻ്റെയും കാര്യങ്ങളെല്ലാം ഉണ്ട്. 2 എയർ ബാഗ് വരുന്നുണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളില്ല, പക്ഷെ വണ്ടിക്കകം നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് ആയാലും എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വണ്ടിക്കകം കാണാനൊക്കെ കൊള്ളാം. ഫ്രണ്ട് പറഞ്ഞല്ലോ, ഫ്രണ്ട് ടയർ മാറണം. ബാക്ക് ടയർ പുത്തൻ ടയറാണ് ഇട്ടേക്കുന്നത്. യാതൊരു വേറെ കേടുകളും ഇല്ല. ഓക്കെ. എത്ര ചോദ്യം? നമ്മൾ 5,90 ചോദിച്ചതാണ്. ഞങ്ങൾ 5,75 ലാസ്റ്റ് കൊടുക്കാം. 5,75? 5,75 കൊടുക്കാം. ഇത് മൈലേജ് എന്താണ്? അത് 14-15 നോക്കിയാൽ മതി. പെട്രോളാണ്. 14-15 ആ രീതി നോക്കിയാൽ. അതെ അതെ അതെ. 2015 മോഡലാണ്. മാഗ്ന, അതായത് ബേസ് വേരിയൻ്റ് ആണ്. ബേസ് വേരിയൻ്റ് ആണ്. അതെ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. ഫ്രണ്ട് ടയർ ഒത്തിരി മോശമാണ്. ഒരുപാട് മോശമൊന്നുമല്ല, എന്നാലും ആവറേജിന് താഴെയായിട്ടാണ് നിൽക്കുന്നത്. ബേസ് വേരിയൻ്റ് ആണ്. മാനുവലാണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകം പക്ഷെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 3,10,000 കിട്ടിയാൽ കൊടുക്കാം. 3,10,000. മൈലേജ് എന്ത് കിട്ടും? പെട്രോൾ അല്ലേ? അതെ, പെട്രോളാണ്. ബാക്കിലേക്ക് AC-യുടെ വെന്റ് വരുന്ന മോഡലാണ്. നമുക്ക് എന്തായാലും ഇതൊരു 14-15 മൈലേജ് തന്നെയാണ് നിരത്തിൽ കിട്ടുന്നത്. അതായത് ട്രാഫിക് ഉള്ള സ്ഥലത്ത് ഒരു 13, ലോങ് പോകുമ്പോൾ 15, 16 ആ റേഞ്ച് വരെ. ഓക്കെ. റീപ്ലേസ്മെന്റ്സ് ആയിട്ടൊന്നുമില്ല? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ഷെ റീപെയിന്റ് ഉണ്ട്. എത്ര കയറി? എത്ര ചോദിക്കുന്നത്? ഇത് 5,10,000. സോറി, 3,10,000. 2 ലക്ഷം രൂപ കൂട്ടി ചോദിച്ചു അതൊരു ശീലമായി പോയെന്നേ. ഓക്കെ. അപ്പോൾ വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. എത്ര രൂപ തന്നാൽ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും? ഞങ്ങൾ 3,400 വിൽക്കായിട്ടിരുന്നതാണ്. ഇപ്പോൾ ഈ നിങ്ങളുടെ വീഡിയോയും പിന്നെ അത് പ്രമാണിച്ച് ഡിസംബറും കൂടെ ഒക്കെ ആയതുകൊണ്ടും എങ്ങനെയെങ്കിലും വിൽക്കുന്നെങ്കിൽ വിൽക്കട്ടെ എന്ന് കരുതിയാണ് മാക്സിമം വിലയും കുറച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എത്ര ആദ്യം തന്നാൽ ഇറക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് നിങ്ങൾക്കിപ്പോൾ സിബിൽ അനുസരിച്ചാണ്. 2015 മോഡൽ. എങ്ങനെയായാലും ഒരു 4 വർഷം വരെ ലോണ് കിട്ടും. ആ കിട്ടുന്നതിൽ ഒരു 85% വാഹനത്തിൻ്റെ IDVയുടെ 85% ലോണ് കിട്ടും. ഫോർഡ് ഫിയസ്റ്റ 2012 മോഡൽ. ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഈ വാഹനം എടുക്കാൻ. എന്നാൽ ഒരുപാട് പേർക്ക് പേടിയുമാണ് ഇത് എടുക്കാൻ. അതെന്താ? കാരണം ഈ വാഹനത്തിന് ഫോർഡിന് മെയിനായിട്ട് വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഇഞ്ചക്ടർ പ്രോബ്ലം. ആ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നല്ലൊരു തുക കുറച്ച് എമൗണ്ട് ആവുന്ന ഒരു ഇടപാടാണത്. അതുകൊണ്ട് ആളുകൾക്കൊരു ഭയമുണ്ട്. പക്ഷേ വാഹനം ഉപയോഗിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വാഹനം. വണ്ടിയെ പറ്റി അറിയാവുന്നവർക്ക്. കാരണം അത്രയ്ക്ക് പെർഫോമൻസ് ആണ് ഇവൻ കാഴ്ചവെക്കുന്നത്. 2 യാത്രാസുഖം. നമ്മൾ എത്ര കട്ടറി ആടിയാലും ഇതിനകത്തിരുന്നാൽ അറിയത്തില്ല. എന്ന് വെച്ച് വലിയ കുഴിയിലെങ്ങും പോയി ചാടല്. വണ്ടിക്കാകെ കൊള്ളാം. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ. 2012 ആണെങ്കിലും അത്ര അങ്ങ് പഴക്കം പറയില്ല. കൊള്ളാം. ഈ പറയില്ല എന്നുള്ളതിന്റെ ഒരു സാമ്പിളാണ് ഞാൻ നേരത്തെ നിനക്ക് തന്ന കോംപ്ലിമെന്റ്. നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്, നല്ല പോലെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് എന്നുള്ളത്. എത്ര ഓടി ഇത്? ഇത് 1,28,000. 1,28,000. അപ്പൊ ടൈമിങ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടേക്കാണ്. പുതിയ ടയറാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് അല്ല, പുതിയ ടയർ അല്ല. ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ നോക്കിയോ അല്ല. ഇതൊക്കെ ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. അലോയ് വീൽസ് ഉണ്ട്. എത്ര ചോദിക്കുന്നേ?
ഇതേ ഞങ്ങൾക്കൊരു 1,75,000 ഞങ്ങൾ ചോദിച്ചിരുന്നത്. പക്ഷെ ഞങ്ങളൊരു 1,60 കൊടുത്തു. അതിൽ നിന്നും കുറച്ചൊരു 1,50 അങ്ങ് ഇട്. ആഗ്രഹമുണ്ട്. ചിലപ്പോ പോയാലേ പറയാൻ പറ്റൂ. 1,60 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യോടെ സാധനം കൊടുക്കാം. ഓക്കെ, റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ. ഇതിൽ കാണുമെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ ഒന്നും അങ്ങനെയില്ല. ഒരെണ്ണം ഉണ്ട് കേട്ടോ, ഹെഡ്ലൈറ്റ് പുതിയത് വെച്ചിട്ടുണ്ടേ. അതെനിക്ക് തോന്നുന്നത് ഇവിടെ വല്ല തട്ട് കിട്ടുമോ അല്ലെങ്കിൽ മഞ്ഞ ഇതാവും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോണറ്റ് ഒന്ന് പൊക്കി കാണിക്കാം. അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക് നോക്കാമല്ലോ. ബോണറ്റ് ഇത് പറയുമ്പോൾ ഇപ്പുറത്താ, അവിടെ ഒന്നും തൊട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇല്ലേ? ഇല്ല അറിയുന്നില്ല. ഈ സൈഡിലൊന്നും കണ്ടിട്ട് അങ്ങനൊന്നും തോന്നുന്നില്ല, ഇടിച്ച് കയറിയതായിട്ടൊന്നും തോന്നുന്നില്ല. വേറെ വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും കണ്ടിട്ട് എനിക്കും തോന്നുന്നില്ല. ഇനി വല്ല മെക്കാനിക്കൽ ചേട്ടൻ്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. അത്രേ ഉള്ളൂ. ഇത്ര അറിവേ എനിക്കുള്ളൂ ഇതിൽ. എനിക്കും അതേ ഉള്ളൂ. ഇത്ര ചോദ്യം 1,70 അല്ലേ? 1,75 നമ്മൾ ചോദിച്ചോണ്ടിരുന്ന 1,60 അങ്ങ് കൊടുത്തേക്കാം ലാസ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഒമിനി 2018 കേട്ടോ മോഡല്. 18 മോഡൽ. അതെ, ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ടച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ വാഹനത്തിന് ഒരു പ്രത്യേകത ഉണ്ടേ, ഞങ്ങൾ സെയിലായി കിടക്കുമായിരുന്നു. പിന്നെ എന്ത് വലിക്കാനാണ് എന്നെ കാണിപ്പിച്ചത്. വണ്ടി പക്ഷെ കൊള്ളായിരുന്നു. നല്ല അകമൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കാണിച്ചിട്ട് കാര്യമില്ല, അവൻ പറഞ്ഞു കേട്ടില്ല. ഒരു മറ്റിടത്ത് ഓർത്താനായി പോയി പറഞ്ഞത്. അത് 2,20,000 ഓൾറെഡി നമ്മൾ ബാങ്കിൽ കൊടുത്തേക്കാണ്. അത് സെയിലായി എന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് അഡ്വാൻസ് തന്നു, ബാങ്കിന് പോയിട്ടുണ്ട്. ഇനി ബാങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പോകത്തില്ലേ, അങ്ങനെ ലോൺ അപ്രൂവ് ആവാതായാലേ. അതെ അതെ, വേണ്ടുന്നവർ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് വിളിച്ചോ. അതെ, അപ്പൊ കാണിച്ചത് നന്നായില്ലേ. അതെ അതെ, ചിലപ്പോൾ വന്നാലേ. അതായത് ഒമിനി നിർത്തുന്ന കാലം 2018-19 നിർത്തുകയാണ് ലാസ്റ്റ് വണ്ടി. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സും കാര്യം കിടപ്പുണ്ട്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, കാർബറേറ്റർ അല്ല കേട്ടോ, എഞ്ചിൻ MPFI ആ. ഒറ്റ അടി അടിച്ചാൽ അത് ആക്സിലേറ്റർ ഒന്നും ഇട്ട് ചവിട്ടാനൊന്നും നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് ചാവി അരിച്ചാൽ സ്റ്റാർട്ടാ പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നല്ല വണ്ടികളായിരുന്നു. റീപ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും വലുതായിട്ടല്ല, ഒരു വണ്ടിയിലും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വണ്ടിയിലും ഇല്ലായിരുന്നു. അത്രയ്ക്ക് നല്ല വണ്ടികളാണ്. മിതമായ മാന്യമായ റേറ്റാണ് പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇത് കാണുന്ന വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ച് വിലയൊക്കെ ഇടാൻ അറിയാവുന്ന ഒരുപാട് ചേട്ടന്മാരുണ്ടെന്ന് എനിക്കറിയാം. ചേട്ടന്മാർ പറയും ഇത് മാന്യമായ വിലയാണോ അല്ലേ എന്നുള്ളത്. ചുമ്മാ കുറ്റം പറയാൻ വേണ്ടി പറയരുത്, അല്ലാതെ ജെനുവിനായിട്ടുള്ള കമൻസ് പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ വീഡിയോയിൽ അത്യാവശ്യം നല്ല കമൻസും കാര്യങ്ങളൊക്കെ കിട്ടിയൊരു ഷോപ്പാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈഞ്ചവിള, ഇനയ കാസ് അങ്ങനെയുള്ള ഷോപ്പിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഷോപ്പുകളാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഷോപ്പുകളിൽ പോകുന്നതാണ് പറയുന്നത്. അങ്ങനെയുള്ള ഷോപ്പ് തോനെയും കിട്ടത്തില്ല, വളരെ വിരളമാണ് അങ്ങനെയുള്ള ഷോപ്പുകൾ കിട്ടുക. വില കുറഞ്ഞ വണ്ടികൾ കിട്ടുന്ന ഷോപ്പുകൾ വളരെ വിരള കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോസ് മാത്രം ഇടാൻ പറയരുത്. ഞാൻ ചുമ്മാ വീട്ടിൽ കയറി ഇരിക്കേണ്ടി വരും. നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ഒപ്പിക്കണമെങ്കിൽ ദിവസവും വീഡിയോ ഒക്കെ പോയി നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുള്ളവർ കണ്ടാൽ മാത്രമേ നമുക്കും എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കുറഞ്ഞ വണ്ടികൾ മാത്രം എടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ചേട്ടന്മാരെ. നിങ്ങളിത് ഒരുപാട് കമൻറ്റ്, ഇനി ഒരാളൊന്നുമല്ല, ഒരുപാട് കമൻറ്റ് ഒരുപാട് പേര് തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലൈവായിട്ട് ഇങ്ങനെ നിന്നങ്ങ് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും കൂടി മെസ്സേജ് ചെയ്ത് തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ലാസ്റ്റ് ടോപ്പിക്ക് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത്തരത്തിലുള്ള വണ്ടികളുള്ള ഷോപ്പ് മാത്രമായിട്ട് കണ്ടുപിടിച്ച് തരിക വലിയ ദുർഘടം പിടിച്ചൊരു കാര്യമാണ്. എല്ലായിടത്തും കിട്ടുന്നുമില്ല. മാക്സിമം നോക്കുന്നുണ്ട്. പിന്നെ പുതുതായിട്ട് കിട്ടുന്ന ഷോപ്പുകളിൽ ഞാൻ മാക്സിമം ചെറിയ വണ്ടികൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് നോക്കുന്നുണ്ട്. രണ്ടാമത് നിങ്ങൾക്ക് ബോധിക്കുന്ന ഒരു വിലയും നിങ്ങൾക്ക് ബോധിക്കുന്ന രീതിയിലുള്ള വണ്ടികൾ വാങ്ങാൻ വേണ്ടി മാക്സിമം നമ്മൾ ഷോപ്പുകാരോട് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന വില പറ, അല്ലെങ്കിൽ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു വില പറ എന്നൊക്കെ പറഞ്ഞ് ഇവർ കയറ്റി വെക്കുന്ന ഒരു വിലയിൽ നിന്നൊക്കെ കുറയ്ക്കാൻ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയും ആ രീതിയിൽ നോക്കുമ്പോൾ ഉതകുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇങ്ങനെയുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.